പാർട്ടിയിൽ പടയൊരുക്കുമോ എന്നുള്ളതാണ് ചോദ്യം. എനിക്ക് രണ്ട് ചോദ്യങ്ങളേ ഉള്ളൂ. സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയോട്, കോൺഗ്രസിന്റെ നേതാവിനോട്. പ്രതിപക്ഷ നേതാവായിരുന്ന ഒരു കാലഘട്ടത്തിൽ പാർട്ടിയിൽ പറയേണ്ടതെല്ലാം ചാനൽ മുറികളിൽ വന്നിരുന്ന് വെട്ടിത്തുറന്നു പറഞ്ഞ് അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിനെ തീവെട്ടിക്കൊള്ളയെന്ന് ഇതേ റിപ്പോർട്ടറിൻ്റെ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നു പറഞ്ഞ അന്നത്തെ യുവ നേതാവായ ഹരിത MLA ആയിരുന്ന VD സതീശൻ പറയേണ്ട ഒരൊറ്റ ചോദ്യത്തിനുള്ള മറുപടിയാണ് KPCCയുടെ സെക്രട്ടറിയായ PM നിയാസിനില്ലാത്ത എന്തു പ്രിവിലേജാണ് ഹിന്ദു ഐക്യവേദിയുടെ നേതാവായ ശശികലയ്ക്കുള്ളത്? PM നിയാസിനെ കാണാൻ എന്താണ് അങ്ങേക്ക് വൈഷമ്യമുണ്ടായിരുന്നത്? പാർട്ടിയുമായി ബന്ധപ്പെട്ട കോഴിക്കോട് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഒന്നടങ്കം PM നിയാസുമായി ബന്ധപ്പെട്ട് ആ വിഷയം ചർച്ച ചെയ്ത ഒരൊറ്റ തീരുമാനമെടുത്തതാണ് ശേഷാദ്രിനാഥിനെ ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഓഫീസറാക്കി നിയമിക്കരുത് എന്നുള്ളത്. അന്നത് അങ്ങയോട് പറയാൻ വേണ്ടി വന്ന PM നിയാസിനെ കാണാൻ എന്തുകൊണ്ടാണ് അങ്ങേക്ക് കഴിയാതെ പോയത്? എന്നാൽ PM നിയാസിനെ കഴിയാതെ പോയത് എങ്ങനെയാണ് ശശികല ടീച്ചർക്ക് സാധിച്ചത്? ഇതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. രണ്ട്, അങ്ങയെ കാണാൻ വേണ്ടി ഇന്നലെയും ഇന്നും ശ്രമിച്ച സംസ്ഥാനത്തെ KSU അധ്യക്ഷന് അങ്ങ് അവസരം നിഷേധിച്ചത് എന്തുകൊണ്ടാണ്? അങ്ങ് അവസരം നിഷേധിക്കുമ്പോഴും ഹിന്ദു ഐക്യവേദിയുടെ RV ബാബുവിനും ശശികല ടീച്ചറിനും അവസരം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതാണ് ഇന്ന് അനൂപ് VR ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാതലായ ചോദ്യമാണ്. ഈ പാർട്ടി ഞങ്ങളുടേത് കൂടെയാണ് എന്നത് ഓർമ്മിപ്പിക്കുന്നത് കോൺഗ്രസിന് വേണ്ടി ചാനൽ മുറികളിലും പുറത്തും ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന അനൂപിനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കളാണ്, ജിൻഡോയെ പോലെയുള്ളവരാണ്. അവർ നിരന്തരം ചോദിച്ചുകൊണ്ട് പറയേണ്ടി വരുന്നു, ഓർമ്മിപ്പിക്കേണ്ടി വരുന്നു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയോട്. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാണ്, കോൺഗ്രസിൻ്റെ പാർട്ടിയുടെ നേതാവാണ് താങ്കൾ. കോൺഗ്രസിനെ അവഗണിച്ച്, കോൺഗ്രസിൻ്റെ പാർട്ടി സംവിധാനങ്ങളെ അവഗണിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല VD സതീശൻ എന്നത് പാർട്ടിയിലെ ഓരോ നേതാവും ഓർമ്മിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. നോക്കൂ, ഇന്ന് KSU ആണ് VD സതീശനെതിരെ രംഗത്ത് വരുന്നത്. എങ്ങനെയാ KSU പറയുന്നത്? നിങ്ങൾ ധിക്കാരികളാണെങ്കിൽ ധിക്കാരികളാണെന്നുള്ള ടാഗ്ലൈൻ ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറയുന്ന KSU അധ്യക്ഷനെ കാണുന്നു. KSUവിനെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ കഴിയുക? KSU അല്ല പാർട്ടിയുടെ ലീഡർമാരെ തീരുമാനിക്കുന്നത്. സർ, ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടന ഏതെങ്കിലും ഒരു ഔദ്യോഗിക തീരുമാനം എടുത്തിട്ടുണ്ടോ? ഔദ്യോഗിക തീരുമാനം എടുക്കാനല്ല, പാർട്ടിയുടെ നയ തീരുമാനത്തിന് പാർട്ടിയിലെ ബഹുജന വർഗ സംഘടനകളുടെ പങ്കാളിത്തം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് ഒരു പാർട്ടിയെ ജനാധിപത്യ കേന്ദ്രീകൃതമാക്കി മാറ്റുന്നത്. എല്ലാം ഞാനെന്ന് തീരുമാനിച്ചാൽ പിന്നെ അവശേഷിക്കുന്നത് ഏകാധിപത്യം മാത്രമാവും. അതിനെ ചെറുക്കാൻ വേണ്ടിയാണ് പാർട്ടിയുടെ വിവിധ വർഗജന സംഘടനകളുള്ളത്. അതിനാണ് പാർട്ടിയിൽ ഒരു ലോയേഴ്സ് കോൺഗ്രസ് ഉള്ളത്. ഈ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ ചരിത്രം ഞാനല്ലല്ലോ VD സതീശനെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. VD സതീശൻ അറിയാമല്ലോ, അങ്ങ് തന്നെ ലോയേഴ്സ് കോൺഗ്രസിലെ അംഗമായിരുന്നല്ലോ. അങ്ങ് തന്നെ അഭിഭാഷകനായപ്പോൾ കേരളത്തിലെ ഈ ലോയേഴ്സ് കോൺഗ്രസ്, പണ്ട് കോൺഗ്രസിനൊരു ടാഗ് ഉണ്ടായിരുന്നു, കോൺഗ്രസ് എന്ന് പറയുന്നത് വക്കീൽമാരുടെ സംഘടനയാണ് എന്നാണ്. വക്കീലന്മാരാണ് കോൺഗ്രസിനെ യഥാർത്ഥത്തിൽ ആദ്യഘട്ടത്തിൽ കെട്ടിപ്പടുക്കുന്നത്. പിന്നീടാണ് ആ സൺഡേ പാർട്ടി എന്ന് പറയുന്ന ലേബലിൽ നിന്ന് ഈ കോൺഗ്രസ് മുക്തമാകുന്നതും പിന്നീട് ജനകീയമായി മാറുന്നതും. പക്ഷേ അന്നും ഇന്നും കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ലോയേഴ്സ് കോൺഗ്രസിൻ്റെ നേതാക്കളുണ്ട്, ആ അഭിഭാഷകരുണ്ട്. ആ അഭിഭാഷകരെ തഴഞ്ഞത് എന്തുകൊണ്ടാണ് സാർ? സാർ, എൻ്റെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഈ ലോയേഴ്സ് കോൺഗ്രസ് കൊടുത്ത ലിസ്റ്റിൽ ഉൾപ്പെട്ടവരല്ലല്ലോ പ്രധാനപ്പെട്ട പദവികളിലെത്തിയത്. ജൈജു ബാബു ഏത് ലോയേഴ്സ് കോൺഗ്രസുമായി ചർച്ച ചെയ്താണ് അങ്ങ് തീരുമാനമെടുത്തത്? ഗവർണറുടെ പ്രധാനപ്പെട്ട അഭിഭാഷക ഉപദേശകരിൽ ഒരാളായിരുന്നയാളെയല്ലേ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട നിയമ പദവിയിലേക്ക് അങ്ങ് കൊണ്ടുവന്നത്? ഏതെങ്കിലും ലോയേഴ്സ് കോൺഗ്രസുമായിട്ട് അങ്ങ് കൂടിയാലോചന നടത്തിയിരുന്നോ? സർ, ചില പേരുകൾ എനിക്ക് അങ്ങയോട് പറയാനുണ്ട്. ഇതാ നോക്കൂ, CPMൻ്റെ കാലത്തെ സ്റ്റാൻഡിംഗ് കൗൺസിലായിരുന്നു ചിത്ര ജോർജ്. ഈ പറയുന്ന ലോയേഴ്സ് കോൺഗ്രസിൻ്റെ പട്ടികയിലുണ്ടായിരുന്നയാളാണോ? രാജേശ്വരി വാര്യർ, അതായത് കൃത്യമായ പ്രാക്ടീസിന് പോലും പ്രാക്ടീസ് എടുത്ത് നോക്കിയാൽ പോലും ഒരു പ്ലീഡറാകാൻ വേണ്ട പ്രാക്ടീസ് യോഗ്യത പോലും ഇല്ലാത്ത ഒരാൾ. കസ്റ്റംസിൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിലായിരുന്ന അമൽ ദർശൻ എന്ന് പറയുന്ന മറ്റൊരാൾ. ദീപ്തി P എന്ന് പറയുന്ന CPയുടെ ലോക്കൽ കമ്മിറ്റി മെമ്പർ. അതായത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടവർ ഹൈക്കോടതിയിൽ പൈസ വാങ്ങി നിയമനം നടത്തുന്നു എന്ന ആരോപണം ഉയരുമ്പോൾ ആ ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ പോലും എന്തുകൊണ്ടാണ് പറ്റാതെ പോകുന്നതെന്ന് ലോയേഴ്സ് കോൺഗ്രസുമായി ബന്ധപ്പെട്ടവർ അടക്കം പറയുന്നു. അത്തരമൊരു വിവാദം കത്തി നിൽക്കുന്ന സാഹചര്യമാണ്. ഒരു പൊതു മനുഷ്യാവകാശ പ്രവർത്തകർ ഈ കാര്യം ഉന്നയിക്കുന്നു പൊതുസമൂഹ മധ്യത്തിൽ. അവിടെയാണ് ലോയേഴ്സ് കോൺഗ്രസിന് സംശയമുണ്ടാവുന്നത്. തങ്ങൾ കൊടുത്ത പട്ടികയിൽ നിന്നല്ലാതെ മറ്റു ചിലർ ഇടം പിടിക്കുന്നു. ആരാണ് സാർ പ്രദീപിൻ്റെ പേര് കൊടുത്തത്? ലോയേഴ്സ് കോൺഗ്രസ് പ്രദീപിൻ്റെ പേര് കൊടുത്തിരുന്നോ? പ്രദീപ് ആരായിരുന്നു? പ്രദീപ് സംഘപരിവാറുമായി ബന്ധപ്പെട്ടയാളായിരുന്നില്ലേ? പ്രദീപ് സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധപ്പെട്ട അഭിഭാഷകനായിരുന്നില്ലേ? അവിടെയൊക്കെ നിയമനം നടത്തുമ്പോൾ ലോയേഴ്സ് കോൺഗ്രസിനെ നിങ്ങൾ വിസ്മരിച്ചു പോകുന്നു എന്നുള്ളത് എന്തുകൊണ്ടാണെന്ന് ലോയേഴ്സ് കോൺഗ്രസിൻ്റെ അഭിഭാഷകർ കൂട്ടത്തോടെ ചോദിക്കുകയാണ്. ഇത് ചെറിയ ഒരു കളിയല്ലല്ലോ. വിദ്യാർത്ഥി സംഘടനയാണ് ഇന്നിപ്പോൾ VD സതീശൻ്റെ അവരുടെ നേതാവാണ് അലൂഷി. അങ്ങേക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ
എന്താണ് നിങ്ങൾ പറയുന്നത്? എന്ത് മെസ്സേജാണ് നിങ്ങൾ കൊടുക്കുന്നത്? നാളെ ഒരു SFIക്കാരൻ്റെ DYFIക്കാരൻ്റെ മുന്നിലൂടെ ഒരു കേസ് നേതാവ് കടന്നു പോകുമ്പോൾ സ്വാഭാവികമായുമുള്ളൊരു ചോദ്യം വരും, ഈ നേതാവിനെ കൊണ്ടൊക്കെ മുഖ്യമന്ത്രി പോലും ഈ നേതാവിനെ കാണുന്നില്ലല്ലോ എന്ന പരമപുച്ഛം അവരുടെ ഭാഗത്തുനിന്നുണ്ടാവും. ആ പരിഹാസം ഏറ്റെടുക്കേണ്ടതല്ല KSU. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാമല്ലോ, 1959 ഒരണ സമരത്തിലൂടെ അന്ന് ഒരണയിൽ നിന്ന് 10 പൈസ കൂട്ടുമ്പോൾ അന്ന് ബോട്ടിലും ബസ്സിലും സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ സമരം ചെയ്തു തുടങ്ങിയ പാർട്ടിയാണ്. അന്ന് ഒരെണ്ണം സമരം നടത്തുമ്പോൾ അന്നത്തെ 1959 EMS നമ്പൂതിരിപ്പാടിൻ്റെ മന്ത്രിസഭയിൽ നിന്ന് ഒരു നേതാവും പറഞ്ഞില്ല കോൺഗ്രസോ KSU അല്ലല്ലോ ഇവിടുത്തെ പൈസ വർധനവോ റെഗുലേഷനോ തീരുമാനിക്കുന്നതെന്ന് ആരും പറഞ്ഞില്ല. അവരന്ന് അതിനെ സമരമായി തന്നെയാണ് കണക്കാക്കിയത്. സമരമെന്ന നിലയിൽ രാഷ്ട്രീയ പോരാട്ടമാണ് നടത്തിയത്. ആരും പറഞ്ഞ് പരിഹസിച്ചു? ആരും പറഞ്ഞ് പരിഹസിച്ചില്ല. പ്രതിപക്ഷത്തിരിക്കുന്നവർ പറഞ്ഞ് പരിഹസിക്കില്ല. കോൺഗ്രസ് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചാൽ പ്രതിപക്ഷത്ത് അന്ന് ഭരണപക്ഷത്തുള്ള CPM പോലും KSU ആണോ ഇക്കാര്യം തീരുമാനിക്കുന്നത് പറയുന്നത്. അത് KSUവിൻ്റെ രാഷ്ട്രീയ നിലപാടായിട്ട് അംഗീകരിക്കാനുള്ളൊരു മാന്യത മറുഭാഗത്തുള്ളവർ പോലും കാട്ടുമ്പോഴാണ് സ്വന്തം പാർട്ടിയിൽ നിന്നൊരു നേതാവ് പറയുന്നത് പ്ലീഡർമാരെ നിയമിക്കുന്ന കാര്യത്തിൽ ഒരു ലോക്കൽ അല്ലെങ്കിൽ ഈ പറയുന്ന KSUവിൻ്റെ ഒരു യൂണിറ്റ് കമ്മിറ്റിക്ക് എന്താ അവകാശം എന്ന് ചോദിക്കുന്നു. അവകാശമുണ്ട് സാർ. ആ സംഘടന ഗവൺമെൻറ് ലോ കോളേജിലെ ഒരു യൂണിറ്റ് ആയിരിക്കാം. പക്ഷേ അവർ ഉയർത്തുന്ന പ്രശ്നങ്ങൾ, അവർ പോകുന്ന സമരങ്ങൾ അത് കേരളത്തിന് വേണ്ടിയുള്ള സമരമാണ്, കോൺഗ്രസിന് വേണ്ടിയുള്ള സമരമാണ്. കോൺഗ്രസിന് വേണ്ടി തെരുവിൽ സമരം ചെയ്യാനും പോലീസിൻ്റെ ലാത്തിച്ചാർജ് ഏറ്റുവാങ്ങാനും നിൽക്കുന്ന കുട്ടികളാണവർ. ആ കുട്ടികൾ ഒരു യൂണിറ്റിൽ വരുമ്പോൾ നാളെ ആ യൂണിറ്റിനെ നിങ്ങൾ അപഹസിച്ചു എന്ന് പറഞ്ഞാൽ നാളെ കേരളത്തിലെ പ്രശസ്തമായ ഗവൺമെൻറ് ലോ കോളേജിലെ KSU യൂണിറ്റിലേക്ക് ആളെങ്ങനെ വരും? അവിടുത്തെ നേതാവ് ആദ്യത്തെ ചോദ്യം അതായിരിക്കില്ലേ? സഭയുടെ ആദ്യത്തെ ചോദ്യം ഇതല്ലേ? ഈ ഇവിടുത്തെ യൂണിറ്റിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്തത് കോൺഗ്രസിൻ്റെ നേതാവായ മുഖ്യമന്ത്രിയായ VD സതീശനാണ്. ഈ യൂണിറ്റിൽ നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റുമെന്ന് ചോദിക്കില്ലേ? ഒരു സംഘടനയുടെയും ഒരു യൂണിറ്റിനെയും നിങ്ങൾ അപഹസിക്കാതിരിക്കുക, പരിഹസിക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അതങ്ങ് മറന്നുപോയി എന്നുള്ളതാണ് നിർഭാഗ്യവശാൽ. അത് ആ കുട്ടികളുടെ മനോവീര്യത്തെ കെടുത്തുന്നതാണ് എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് എത്രയോ തവണ വന്നു നിന്നു ഒന്ന് കാണാൻ ഈ ഒരു എന്താണ് ആശയക്കുഴപ്പത്തിൽ ആശയ ഭിന്നത എങ്ങനെയാണ് ഉണ്ടായത്, എവിടെയാണ് അവ്യക്തത ഉണ്ടായത് എന്നത് കാണാനും വിശദീകരിക്കാനും വേണ്ടി KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ വന്ന് നിൽക്കുകയാണ്. കാണാൻ സമയമില്ലത്രേ. അത്ര തിരക്കിലാണത്രേ. എന്ത് തിരക്ക്! ഈ പാർട്ടി നേതാക്കളെ കാണാത്ത, പാർട്ടിയുടെ സഹപ്രവർത്തകരെ കാണാത്ത ആളുകൾക്ക് എന്ത് തിരക്ക്? ഇതാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് പട്ടാഭിഷേകം കഴിഞ്ഞാൽ വാഗ്ദാനങ്ങൾ മറക്കുന്നത് രാജശീലമാണ് എന്ന് പറയുന്ന ജിൻഡോയുടെ വാക്കുകൾ ഒരർത്ഥത്തിൽ കേരളത്തിലെ പല കോൺഗ്രസ്സുകാരും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനെ നിലപാടായിട്ടൊന്നും ഞാൻ വ്യാഖ്യാനിക്കുന്നതേ ഇല്ല എന്നുള്ളതാണ്. ഞാൻ എണ്ണി നോക്കുകയായിരുന്നു. 18 പൂർണ്ണ അസത്യങ്ങളും 23 അർത്ഥസത്യങ്ങളുമാണ് ഇതിനകം മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ട്രൂത്തോമീറ്റർ എന്ന് പറയുന്ന ഒരു മീറ്റർ കണ്ടുപിടിക്കുകയും അത് VD സതീശൻ്റെ ഇതുവരെയുള്ള പ്രഖ്യാപനങ്ങളെ അളക്കാനും കൂടി വിട്ടുകഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിച്ചു പോയേനെ. എന്നിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് VD സതീശൻ. അന്ന് പറഞ്ഞത് VD സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? മൊത്തം ലോയേഴ്സ് കോൺഗ്രസിൽ നിന്ന് ആദ്യ പട്ടികയിൽ അങ്ങ് നിയമിച്ച പലരും ലോയേഴ്സ് കോൺഗ്രസ് കൊടുത്ത പട്ടികയിൽ ഇല്ല സാർ. സ്വന്തം പാർട്ടിയിലെ സഹപ്രവർത്തകരെടുത്ത് പോലും അങ്ങ് എന്തിനാണ് ഈ കള്ളം പറയുന്നത്? NSSുമായി ബന്ധപ്പെട്ട കള്ളം പറയുന്നത് സുമാർ എന്നാലും പൊളിച്ചു കൊടുത്തില്ലേ? NSSുമായി ബന്ധപ്പെട്ട കേരളത്തിലെ പ്രധാനപ്പെട്ട സമുദായ എല്ലാവരെയും വെറുപ്പിക്കുകയാണ്. ഇന്ന് NSSുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്, KC വേണുഗോപാലിന് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ഇങ്ങനെയല്ല NSSനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെല്ലാം കണക്കാക്കുന്നത്. കേരളത്തിലെ മുതിർന്ന നേതാക്കളെല്ലാം. ഇന്ന് തിരുവനന്തപുരത്തൊരു പ്രതിഷേധ പ്രകടനം നടന്നു, കണ്ടിരുന്നോ? തലസ്ഥാന നഗരിയിൽ NSSന്റെ പ്രതിഷേധ പ്രകടനം. അവിടെ സംഗീത് കുമാർ പറയുന്നത് കണ്ടു. നിമിഷ നേരം കൊണ്ടാണ് പ്രവർത്തകർ ഒഴുകിയെത്തിയതെന്ന്. ആരെയാണ് നിങ്ങൾ വെറുപ്പിക്കുന്നത്? സംഗീത് കുമാർ പറഞ്ഞത് അല്ല, മീൻസ് അവിടെ എത്തുന്നത് എന്താണ്? NSS ജനറൽ സെക്രട്ടറി അവഹേളിക്കുന്നതിനെതിരെ ഐക്യദാർഢ്യ പ്രകടനമാണ്. സ്വാഭാവികമായും പ്രതിഷേധമല്ലേ? ആർക്ക് വേണ്ടിയാണ്? ഏത് സാഹചര്യത്തിലാണ്? ഐക്യദാർഢ്യ ഒരു ദിവസം രാവിലെ സുകുമാരൻ നായർക്ക് എന്താ മുദ്രാവാക്യം വിളിച്ചോളാം. ആ രാഷ്ട്രീയം എന്താണ്? പല വിഷയങ്ങളുണ്ട്, അവിടെ ഈ വിഷയങ്ങളുണ്ട്. അവിടെയാണ് മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? മുഖ്യമന്ത്രി പറഞ്ഞത് VD സതീശൻ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒരു സമുദായ നേതാവിനോട് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു. താൻ 2 തവണ ശ്രമിച്ചു. കൊച്ചിയിൽ വന്ന് കാണാനാണ് പറഞ്ഞത്. സമുദായ നേതാവിനെ കൊച്ചിയിൽ വന്ന് കാണണം. അങ്ങനെ പറയുമോ കേരളത്തിലെ മറ്റു സമുദായ നേതാക്കളോട്? ഞാൻ കൊച്ചിയിൽ വരാം, വന്നിട്ട് കാണാമെന്ന് പറയുമോ? അങ്ങനെ പറയില്ലല്ലോ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? അതൊക്കെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ വലിയ രീതിയിലുള്ള അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ പടയൊരുക്കം യഥാർത്ഥത്തിൽ ക്ഷണിച്ചു വരുന്നത്. ഇത് എങ്ങോട്ടാണ് ഈ പോക്കെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. ആർക്കു വേണ്ടിയാണ്, ആരുടെ ഗുണത്തിനു വേണ്ടിയാണ് ഈ പോക്കെന്ന് നീയും ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. KSUവിനെ വിശ്വാസത്തിലെടുക്കാത്ത, ലോയേഴ്സ് കോൺഗ്രസിനെ വിശ്വാസത്തിലെടുക്കാത്ത, പാർട്ടിയുടെ ബഹുജന വർഗ സംഘടനകളെ വിശ്വാസത്തിലെടുക്കാത്ത, സഹപ്രവർത്തകരെ വിശ്വാസത്തിലെടുക്കാതെ ഈ പാർട്ടിയെ എങ്ങനെയാണ് VD സതീശൻ നയിക്കാൻ പോകുന്നത്? നോ ഐഡിയസ്. പാർട്ടിയിൽ പടയൊരുക്കുമോ എന്ന ചോദ്യത്തിന് യെസ് എന്നാണ് എൻ്റെ ഉത്തരം.
Meet the editors.